ഈ മൂന്നാർ മേഖലയിൽ അടിക്കടി ഉണ്ടാകുന്ന ഈ കാട്ടാന ആക്രമണങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ദൗത്യമാണ് നടക്കുന്നത്. നമ്മളിപ്പം എത്തി നിൽക്കുന്നിടത്തും കാട്ടാനകൾ നിൽക്കുന്നുണ്ട് അല്ലേ സാറേ? അതെ. അപ്പോൾ ഇത് 6 ആനകളുടെ ഒരു കൂട്ടമാണ് ഇവിടെ നിൽക്കുന്നത്. പിന്നെ കൂടാതെ ഒരു കുട്ടിയാനയുണ്ട്. അപ്പം ഇത്ര അകലേ ഉള്ളൂ ജനവാസ പ്രദേശമായിട്ട്. അപ്പോൾ നമ്മളൊരു അപകടകരമായ അവസ്ഥയിലേക്ക് ആനകൾ എത്തുമ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഡ്രൈവ് ചെയ്ത് വീണ്ടും ഈ ചോലക്കകത്തേക്ക് ആനയെ കയറ്റിയാണ് ചെയ്യുന്നത്. ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതെ ഈ ചോലവനത്തിനുള്ളിൽ തന്നെ നിർത്തി നിരീക്ഷിക്കുക. അതാണ്. അതായത് ജനങ്ങൾക്കും ആനയ്ക്കും ഇടയിൽ ഒരു ബാരിയറായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം? സ്വയം നിൽക്കുകയാണ് അങ്ങോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. മൂന്നാർ ഏരിയയിൽ, അതായത് മൂന്നാർ റേഞ്ചിന് കീഴിലുള്ള എല്ലായിടത്തും ഈ ഒരു നടപടിയാണ്? എല്ലായിടത്തും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഈ ടീം എത്ര പേരാണ്? എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം? 20 പേരാണ്. 20 പേരെ നമ്മൾ 2 ഗ്രൂപ്പായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് പെട്ടിമുടി ആറാട്ടിയുടെ ടീമും പിന്നെ പെട്ടിമുടി ഫോറസ്റ്റ് സ്റ്റേഷനിലെ, അങ്ങനെ 2 ടീമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അവരാണ് ഈ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മൂന്നാറിൽ നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ ആനകൾ മറ്റിടങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് എത്തുന്നുണ്ട് അങ്ങനെ നമ്മൾ സംശയിക്കുന്നു. കാരണം ഇപ്പം നമ്മൾ നിലവിലുള്ള ആന കൂടാതെ 2 ഗ്രൂപ്പുകളെത്തി. ഈ ഒരു ഗ്രൂപ്പും പെട്ടിമുടിയിലുള്ള ഒരു ഗ്രൂപ്പും എന്ത് ചെയ്തിട്ടുണ്ട്? അതിൽ 9 ആനകളുണ്ട്, ഇതിൽ 6 ആനയും ഒരു കുട്ടിയുണ്ട്. അപ്പം നിലവിലുള്ള ആനകളുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് പുതുതായിട്ട് ആനകൾ വരുന്നത്. അപ്പം സാഹചര്യം ഒത്തിരി അനുകൂലമല്ല. എല്ലാവരും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു നിരീക്ഷണം അപ്പം ഈ ആനകൾ കാട്ടിലേക്ക് പൂർണ്ണമായി കയറി പോകുന്നത് വരെ ഉണ്ടാവണം, തുടരും. ഈ നിരീക്ഷണം ഇനിയും എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസത്തേക്ക് എന്ത് ചെയ്യേണ്ടി വരും, തുടരേണ്ടി വരും. കാരണം ഇതൊരു സീസണാണ്, ആനകൾ കൂടുതൽ ആക്റ്റീവ് ആകുന്നൊരു സീസണാണ്. അത് ജനവാസ മേഖലയിലോട്ട് എത്തുന്നൊരു സമയമാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതെ ഈ മേഖലയിൽ തന്നെ നിരീക്ഷിക്കാൻ ഈ ടീമിനെ നിയോഗിച്ചിരിക്കുകയാണ്. എന്നിരുന്നാലും അത്തരത്തിലാണ് വലിയ രീതിയിൽ കാട്ടാനശല്യം രൂക്ഷമായിട്ടുള്ള മൂന്നാറിൻ്റെ പ്രദേശങ്ങളിലേക്ക്, ജനവാസ മേഖലകളിലേക്ക് കാട്ടാന ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് സ്വീകരിച്ചിരിക്കുന്നത്. വിവിധ ഇടങ്ങളിലായിട്ട് ജനവാസ മേഖലയും വനമേഖലയുമായിട്ടുള്ള പ്രദേശങ്ങളിൽ, അതിനോട് അതിർത്തി ചേർന്നുള്ള പ്രദേശങ്ങളിൽ നിരീക്ഷിക്കുവാൻ കൂടുതൽ വാച്ചർമാരെ നിയോഗിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഒപ്പം തന്നെ സാറേ, ഒരു ചെറിയ കാര്യം കൂടി, മൂന്നാർ മേഖലയിൽ ഈ പുലിയുടെ ആക്രമണം ഈ അടുത്ത കാലത്തായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിനെന്തെങ്കിലും നടപടികൾ? അതായത് ഇപ്പം കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് മാസത്തിൽ 1-2 ഇൻസിഡൻറ്റുകൾ എന്ത് ചെയ്യുന്നു, റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് പുലിയുടെയും കടുവയുടെയും സാന്നിധ്യം പ്രദേശത്ത് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനുള്ള ചില മുൻകരുതലുകൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അവിടെ നമ്മൾ അടിയന്തരമായിട്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഈ പശുക്കളെ നഷ്ടപ്പെട്ട ആൾക്കാർക്ക്, കർഷകർക്ക് അവരുടെ നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂട് സ്ഥാപിക്കണമെന്നുള്ള ആവശ്യമൊക്കെ ആളുകൾ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ സ്വഭാവം അനുസരിച്ച്, കാരണം ഇത് മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷനോട് ചേർന്ന് കിടക്കുകയാണ്. അപ്പോൾ ഒരു വിശാലമായ വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഇവിടെ ഇതിനകത്ത് തന്നെയാണെങ്കിൽ കമ്പനിയുടെ ഉടമസ്ഥയിലുള്ള ചോലകളുണ്ട്, വനംവകുപ്പിൻ്റെ ഉടമസ്ഥയിലുള്ള ചോലകളുണ്ട്. അപ്പോൾ ഇങ്ങനെ അതായത് അവർക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് മൃഗങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ലാൻഡ്സ്കേപ്പിൽ കൂട് വെക്കുക എന്നുള്ളത് അത്ര പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. നിരീക്ഷണം തുടരും. നമ്മൾ ഡ്രോൺ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പം ഈ ആനകളെ പ്രധാനമായിട്ട് നമ്മൾ ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം അവർ പ്രത്യേകിച്ച് കൂട്ടങ്ങളുടെ, കാരണം മറ്റ് ഒറ്റപ്പെട്ട ആനകളെന്ന് വെച്ചാൽ അത് സെറ്റിൽഡാണ്. അവർ ഇന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവുള്ള നമുക്ക് വ്യക്തമായ വിവരമുണ്ട്. പക്ഷേ ഈ കൂട്ടത്തിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ്? പുതിയ ആനകളാണ്, അപ്പോൾ നമുക്ക് അതിൻ്റെ ബിഹേവിയർ എങ്ങനെ ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും അത്തരത്തിലാണ് ഈ ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നുണ്ടോ എന്നറിയാൻ ഡ്രോൺ നിരീക്ഷണം നടത്തുന്നു. ആ ഡ്രോൺ നിരീക്ഷണം നടത്തി ആനകൾ ജനവാസ മേഖലയിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ അവയെ പടക്കം പൊട്ടിച്ചും മറ്റുമായി ഈ ചോലവനത്തിനുള്ളിൽ തന്നെ നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണ് വനംവകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും കുറച്ച് ദിവസങ്ങൾ കൂടി ഈ ഒരു നിരീക്ഷണം തുടരേണ്ടതുണ്ട്. കാരണം ആനകൾ ഇറങ്ങുന്ന ഒരു ടൈമാണ് ഇതെന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. അതിനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. വരും ദിവസങ്ങളിലും ഈ ദൗത്യം തുടരാൻ തന്നെയാണ് വനംവകുപ്പിൻ്റെ തീരുമാനം. വീഡിയോ ജേർണലിസ്റ്റ് ടോവിൻ കൊച്ചുമടത്തിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.